സ്കൂളിന് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിലവിൽ നമുക്ക് സംവിധാനങ്ങളെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്ലാസ് ആയോ? സ്മാർട്ട് ക്ലാസ് ആരൊക്കെയോ ചില സ്പോൺസർ ചെയ്യും. നമുക്കായത് ഇനി നമുക്ക് റൂമുകൾ കുറച്ച് ശരിയായി വരാനുണ്ട്. അതും കൂടെ ശരിയായ നമ്മുടെ കാര്യങ്ങൾ അവിടെ തന്നെ ശരിയാവുമല്ലോ അല്ലേ? തൽക്കാലം അവിടെ ശരിയാവും. ഒരു 4 റൂമും കൂടെ 4 ക്ലാസ് റൂമുള്ള ഒരു ബിൽഡിംഗ് കൂടെ അവിടെ വരുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കപ്പെടും. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ടും നമുക്ക് വേണ്ടത് പുതിയ സ്കൂളാണ്. ആ സ്കൂളും പുതിയ ഗ്രൗണ്ടും പുതിയ സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ ഈ ഒരു കൽപ്പറ്റയിലെ പുതിയ ടൗൺഷിപ്പിലേക്ക് മാറുമ്പോൾ പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇത്രയും ദൂരമുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ചൂരമലയിട്ട് തന്നെ നമ്മൾ സ്ഥാപനം ഉദ്ദേശിക്കുന്നതാണ്. ഒരു 5 PT%. അപ്പോൾ ചൂരമലയിൽ തന്നെ അതിൻ്റെ സ്ഥലം കണ്ടെത്തി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂരമലയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത്. തന്നെ തിരിച്ചു കൊണ്ടുവരണം തീർച്ചയായിട്ടും. അതിനുള്ള സ്ഥലം കണ്ടെത്തി കൊണ്ടുനിൽക്കുന്നു. പക്ഷേ ചൂരൽമലയിൽ ഇപ്പോൾ ആൾക്കാർ കുറവല്ലേ? ഇല്ല, കുറഞ്ഞ ആളുകളെ പോയിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് 3 കുട്ടികൾ പഠിക്കുന്നുണ്ട്. എൻ്റെ 3 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ മേപ്പാട്ടിൽ പോയിട്ടാണ് പഠിക്കുന്നത്. രാവിലെ ബസ് കയറി ബസ്സിന് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾ. നിലനിൽക്കല്ലേ, നമ്മൾ ഒരു വാർഡിൻ്റെ ഒരു ഭാഗത്തല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂളും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ചൂരമലയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവരണം. ഒരു സ്ഥലം കണ്ടെത്തി ചൂരൽമലയിൽ അതിന്